നമസ്കാരം. ശ്രീമൻ മഹാവിഷ്ണുവിന് വിശേഷപ്പെട്ടത് 108 ദിവ്യദേശങ്ങൾ. ശ്രീമുരുകനും വിനായകർക്കും 6 പടവീടുകൾ, അമ്പാൾക്ക് 51 ശക്തിപീഠങ്ങൾ. അതേപോലെ ശ്രീപരമേശ്വരൻ്റെ ഭൂമിയിലുള്ള 1008 ശിവക്ഷേത്രങ്ങളിൽ 1008ാമത്തെ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு അന്താള ഈശ്വരി ഉടനൂരെ മുക്തീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ മണപ്പാറയ്ക്കടുത്ത് സീകമ്പട്ടിക്കരികിൽ പൊന്മൂച്ചന്തി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ തിരുമുക്തീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി അന്താള ഈശ്വരി എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. ഭൂമിയിലെ ആദ്യത്തെ ശിവക്ഷേത്രം തിരു ഉത്തരകോശമങ്ക എന്നത് ശൈവർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതേപോലെ ശ്രീപരമേശ്വരൻ്റെ ഭൂമിയിലുള്ള പ്രശസ്തമായ 1008 ശിവക്ഷേത്രങ്ങളിൽ 1008ാമത്തേതാണ് സീകമ്പട്ടി മുക്തീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ 1008 ശിവാലയങ്ങൾ സന്ദർശിച്ച ഫലമാണെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലുടനീളം പല മുക്തീശ്വരർ തിരുക്കോവിലുകൾ ഉണ്ട്. അതെല്ലാം ഭഗവാൻ രാജാക്കന്മാർക്കും പല ദിവ്യന്മാർക്കുമായി മുക്തി കൊടുത്ത ക്ഷേത്രങ്ങളാണ്. എന്നാൽ ഇവിടെ ഭഗവാനെ ദർശിക്കാനെത്തുന്ന സാധാരണക്കാർക്ക് ഭഗവാൻ മുക്തി നൽകുന്ന പുണ്യക്ഷേത്രമാണിത്. ദശരഥ മഹാരാജാവ് ഇവിടെ ശിവഭഗവാനെ പൂജിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത് എന്നാണ് ഐതിഹ്യം. ത്രേതായുഗത്തിന് മുമ്പ് നിലനിന്നിരുന്നതായി കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിൽ നവഗ്രഹ സന്നിധിയില്ല. പൊതുവെ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ സന്നിധികൾ കാണാറില്ല. ആ കാലഘട്ടങ്ങളിൽ വഴിപാടിനായി നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ മൂലവർ തിരുമുക്തീശ്വരർ തന്നെയാണ് നവഗ്രഹ നായകൻ. ഭൂമിയിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ 1008 അവതാരങ്ങൾ എടുത്ത് പലർക്കും ദർശനം കൊടുത്ത് പല തിരുവിളയാടലുകൾ നടത്തി. ഇവിടെ ഭഗവാൻ തൻ്റെ അവസാനത്തെ അവതാരത്തെ പൂർത്തിയാക്കി മുക്തിയടഞ്ഞ സ്ഥലം എന്നർത്ഥത്തിൽ ഭഗവാന്റെ നാമം തിരുമുക്തീശ്വരർ എന്നും ഈ ക്ഷേത്രം പൂർത്തികോവിൽ എന്നും അറിയപ്പെട്ടു. സീകമ്പട്ടി മുക്തീശ്വരർ തിരുക്കോവിൽ 1356 ത്രിഭുവന ചക്രവർത്തിയാൽ പുനർനിർമ്മിക്കപ്പെട്ട ആലയം എന്ന് ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുലശേഖര പാണ്ഡ്യനായിരിക്കാമെന്നാണ് ചരിത്രാന്വേഷികളുടെ വിലയിരുത്തൽ. 9 രാജാക്കന്മാർ ഇവിടം ഭരിച്ച് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം ചെയ്തതായും ഇവിടെയുള്ള ചന്ദ്രക്കല ചൂടിയ തെക്ക് ദർശനമായി നിൽക്കുന്ന ഭൈരവമൂർത്തിയെ പൂജിച്ചാണ് രാജാക്കന്മാർ പോരിന് പുറപ്പെട്ടതെന്ന് ശിലാഫലകങ്ങളിൽ കുറിപ്പുള്ളതായും പറയപ്പെടുന്നു. ഇവിടെയുള്ള ശിലകളെ ആസ്പദമാക്കി ഗവേഷണം ചെയ്ത ചരിത്ര ഗവേഷകർ ഈ ക്ഷേത്രം കുറഞ്ഞത് 8000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണെന്നും ഗോപുരങ്ങളുടെ കലശങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ 500 വർഷത്തേക്ക് കുംഭാഭിഷേകം നടത്തിയതായി തെളിവില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2024 ജൂലൈ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. മുക്തീശ്വരർ തിരുക്കോവിലിൻ്റെ കിഴക്ക് ദർശനമായ 2 നില ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ നന്ദിമണ്ഡപം, മഹാമണ്ഡപത്തിലും അർദ്ധമണ്ഡപത്തിലും രുദ്രാക്ഷ പന്തൽ നിർമ്മിച്ചിരിക്കുന്നു. പ്രധാന കരുവറയിൽ ഭഗവാൻ ശ്രീമുക്തീശ്വരർ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഏതൊരു കാര്യം ആഗ്രഹിച്ച് ഭക്തർ വന്നാലും തൊഴിൽ തടസ്സമാവട്ടെ, രോഗപീഠകളാവട്ടെ, വിവാഹ തടസ്സം, സന്താന തടസ്സം, ദാരിദ്ര്യം എന്നിങ്ങനെ ഏതുമാവട്ടെ ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് ഒടുവിൽ മുക്തി നൽകുന്ന സർവേശ്വരനാണ് ഇവിടെയുള്ള ഭഗവാൻ എന്നതാണ് ഭക്തന്മാർക്കിടയിലുള്ള വിശ്വാസം. ദേവി അന്താള ഈശ്വരി 4 കരങ്ങളോടെ തെക്ക് ദർശനമായി പ്രത്യേകം കരുവറയിൽ കരുണാമയിയായി നിലകൊള്ളുന്നു. ഭക്തർ വിവാഹ തടസ്സം മാറാൻ ദേവിക്ക് വസ്ത്രം ചാർത്തി അഭിഷേകങ്ങൾ നടത്തുന്നു. അന്തം എന്നാൽ അവസാനം. ഭഗവാന്റെ അവസാനത്തെ അവതാരത്തിലെ നായികയായതിനാലാണ് ദേവിക്ക് നാമം വന്നത്. വിനായകർ, നാഗദേവങ്ങൾ, കന്നിമൂല ഗണപതി, നന്ദി ഭഗവാൻ, 6 മുഖത്തോടെ വള്ളിദേവയാനി സമേത മുരുകൻ, കാലഭൈരവർ, ദക്ഷിണാമൂർത്തി, ചണ്ഡികേശ്വരർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രവൃക്ഷം വില്വം, ക്ഷേത്രതീർത്ഥം ക്ഷേത്രക്കിണർ. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി, വിനായക ചതുർത്ഥി, കന്തഷഷ്ഠി, ശിവരാത്രി, തൃക്കാർത്തിക എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്ന് 46 കിലോമീറ്റർ, മണപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മണപ്പാറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.